ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചേക്കുന്ന എല്ലില്ലാത്ത ചിക്കനാണ്, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്തോണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്കൊരു 3 കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 3 കിഴങ്ങ് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. വെന്ത ചിക്കൻ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതാക്കി എരിഞ്ഞ വെളുത്തുള്ളി, ചെറുതാക്കി എരിഞ്ഞ ഇഞ്ചി, ചെറുതാക്കി എരിഞ്ഞ സവോള, ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി എരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചേക്കുന്ന കിഴങ്ങുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പരത്തി വെച്ചേക്കുന്നതെല്ലാം കൂടി ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്, അതിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്കും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി ആയി കഴിയുമ്പോൾ എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട്